ജിമ്മി ജെയിംസ്, നമ്മൾ 2018 എടുത്ത നിലപാട് കണ്ടതാണ്. അതിശക്തമായി നവോത്ഥാനം, രണ്ടാം നവോത്ഥാനം എന്ന രൂപത്തിലാണ് അതിനെ കണ്ടിരുന്നത്. സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. യു ടേൺ ആണോ? ഈ യു ടേണിന് ഇന്ന് പ്രധാനപ്പെട്ട വാദമായി പറഞ്ഞത് അഫിഡവിറ്റ് ഞങ്ങൾ തിരുത്താൻ പോവുകയാണെന്നുള്ളതാണ്. എൻ്റെ സംശയം, ഇത് ഏത് അഫിഡവിറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്? അങ്ങനെ ഒരു അഫിഡവിറ്റ് ഇല്ല. ഇത് ഇല്ലാത്തൊരു കാര്യം ഊതിപ്പെരിപ്പിച്ചിട്ട് മാധ്യമപ്രവർത്തകർ എന്തോ മണ്ടത്തരം ചോദിക്കുന്നു, ഇദ്ദേഹം എന്തോ തിരിച്ചു പറയുന്നു. ഈ അഫിഡവിറ്റിൻ്റെ കഥ എവിടുന്നാണ് തുടങ്ങുന്നത്? 2018 എത്തി നിൽക്കുന്ന ഒരു കോടതി വിധി. അതിനു മുമ്പ് വിവിധ സംസ്ഥാന സർക്കാരുകളും വിവിധ പാർട്ടികളും അഫിഡവിറ്റുകൾ കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾ ശബരിമല പ്രവേശിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാരിന് ഒരു അഫിഡവിറ്റ്, സ്ത്രീകൾ ശബരിമല പ്രവേശിക്കാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ്, അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം LDF സർക്കാർ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഫിഡവിറ്റ് അവർ മാറ്റി സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെയാണ് അഫിഡവിറ്റുകളെ കുറിച്ച് പറയുന്നത്. ദേവസ്വം ബോർഡ് അവസാന നിമിഷം അഫിഡവിറ്റ് മാറ്റിയില്ല എന്ന മട്ടിൽ നിന്ന്, പക്ഷേ സർക്കാർ അനുകൂലമായി സ്റ്റാൻഡ് എടുത്തു. അവസാനം 2018 സെപ്റ്റംബർ 28 വിധി വന്നതോടുകൂടി അഫിഡവിറ്റ് കഴിഞ്ഞു. ആ അഫിഡവിറ്റ് അവസാനിച്ച കാര്യമാണ്. പിന്നെ ഏത് അഫിഡവിറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ദിവസത്തെ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, വിശാല ഭരണഘടനാ ബെഞ്ചിന് ഞാനതിലേക്ക് വരാം. എന്താണ് പിന്നെ നടന്നത്? ഈ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന ഒരു വിധി വരുന്നു. അതിനുശേഷം ഒരുപാട് പേർ ഹർജിയുമായി, പുനഃപരിശോധനാ ഹർജിയുമായി ഇതേ ബെഞ്ചിലേക്ക് പോകുന്നു. അതിനുശേഷം അതിനുവേണ്ടി വേറൊരു ബെഞ്ച് രൂപീകരിക്കുന്നു. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ കാര്യം പരിഗണിക്കുന്നത്. അതിനുശേഷം 60 ഹർജികൾ, വേറെ പല വിഷയങ്ങളിലുമുള്ള 60 ഹർജികൾ ഒരു പുതിയ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടാനാണ് തീരുമാനിച്ചത്. മുമ്പ് ഇത് സംബന്ധിച്ച് ഒരു പഴയ കോടതി വിധിയുണ്ട്. ഏതാണ് ആ കേസെന്നറിയാമോ? ഒരു മഠവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ മഠമെന്ന് പറയുന്നത് ശിരൂർ മഠമാണ്. ശിരൂർ മഠം കേസ് 1954. ശിരൂർ മഠം കേസിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നത്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസിൽ കോടതികൾക്കോ മറ്റാർക്കുമോ ഇടപെടാനാവില്ല. എന്ന് വെച്ചാൽ അനിവാര്യമായ മതാചാരങ്ങളിൽ നമുക്കാർക്ക് ഇടപെടാൻ പറ്റില്ല, കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. ഇതെങ്ങനെ തീരുമാനിക്കും? അതാത് മതത്തിൻ്റെ ഡോക്ട്രിൻസ്, ഏറ്റവും അടിസ്ഥാനമായ മൂല്യങ്ങൾ പരിശോധിച്ച ശേഷം കോടതി പറയും ഇത് എന്താണ് ഈ സാധനം എന്നുള്ളത്. അതാണ് 54 ഈ മഠം കേസ് എന്ന് പറയുന്നത്, ശിരൂർ മഠ് കേസ്. അതിൽ ഡേറ്റയുടെ റൈറ്റും ഉണ്ടല്ലോ, ഡേറ്റ് എല്ലാം ഉണ്ട്. അത് പക്ഷേ കോടതിക്ക് പരിശോധിക്കാം എന്നുള്ളതാണ് കോടതി വിധി. ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ശബരിമലയിലെ കോടതി വിധി ഉണ്ടായത്. അതിനുശേഷം ഈ വിഷയത്തിൽ വീണ്ടും ഒരു പുനഃപരിശോധന ഹർജിയൊക്കെ വന്നപ്പോൾ വിശാലമായൊരു ഭരണഘടനാ ബെഞ്ച് വിട്ടുകൊണ്ട് അന്ന് കോടതിയുടെ തീരുമാനം, കോടതികൾക്ക് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, അനിവാര്യമായ മതാചാരങ്ങൾ ഏതാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനാണ് വിശാലമായ ബെഞ്ച് ഉണ്ടാക്കിയത്. അല്ലാതെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനല്ല. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. നിലവിലെ വിധിക്ക് സ്റ്റേ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാൻ പറയുന്നത് ഇവിടെ വിഷയം, ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണോ വേണ്ടോ എന്നുള്ളതല്ല. അതിൽ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി. ഇവിടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഏതാണെന്ന് കോടതികൾക്ക് തീരുമാനിക്കാമെന്ന് 1954 5-അംഗ ഭരണഘടനാ ബെഞ്ചിനെ മറികടക്കാനായി ഒരു 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തീരുമാനിക്കുന്നു. രഞ്ജൻ ഗൊഗോയ് റിട്ടയർ ചെയ്യുന്നതിന് 4 ദിവസം മുമ്പാണ് കേട്ടോ. രഞ്ജൻ ഗൊഗോയുടെ പേര് നമുക്ക് പ്രത്യേകം ഓർക്കണം. 4 ദിവസം മുമ്പാണ് രഞ്ജൻ ഗൊഗോയ് ഈ തീരുമാനം എടുക്കുന്നത്. അതിനുശേഷം ബോബ്ഡെ അധ്യക്ഷനായി ഈ ഭരണഘടനാ ബെഞ്ചും വന്നു, പുതിയ ചീഫ് ജസ്റ്റിസായി വന്നു. 2020 ജനുവരി 13 ആദ്യത്തെ യോഗം, ആദ്യത്തെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആദ്യത്തെ സിറ്റിംഗ് നടന്നു. ചെറിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇതുവരെ ഈ ബെഞ്ച് കൂടിയിട്ടില്ല. എന്ന് മാത്രമല്ല, അതിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ ജഡ്ജിമാരും റിട്ടയർ ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ശബരിമല വിഷയമടക്കമുള്ള കാര്യങ്ങളിലെ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ ഓഫ് ലോ, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് പരിശോധിക്കാൻ അധികാരമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതി ബെഞ്ച് പോലും നിലവിലില്ല. എല്ലാം തീർന്നു. അല്ല, ഈ അപ്പീൽ ആരാ പരിഗണിക്കുന്നത്? ഇല്ല, ഇപ്പൊ അങ്ങനെ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ശബരിമല വിധിക്കെതിരെ വന്ന അപ്പീലുകൾ ആരാ പരിഗണിക്കുന്നത്? ശബരിമല വിധിക്കെതിരെ അപ്പീലില്ല. ഒന്നാമത്തെ പ്രശ്നം, ശബരിമല വിധിക്കെതിരെ അപ്പീൽ വരണമെങ്കിൽ ആദ്യം ഈ ഭരണഘടനാ പ്രശ്നം പരിശോധിക്കണം. അല്ല, അതാ ഞാൻ പറയണേ. അല്ല, അതും കൂടെ ഈ പറയുന്ന ഭരണഘടനാ ബെഞ്ചല്ല പരിശോധിക്കണം. വരട്ടെ, പ്രശ്നം ഇത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ആദ്യം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്ട് ഏതാണെന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ ഇല്ലെന്ന് ആദ്യം തീരുമാനിക്കണം.
അതിനുശേഷം ഈ വിഷയത്തിൽ പിന്നെ പോയി പരിശോധിക്കാം എന്ന് വെച്ചാൽ ആദ്യം ഇത് കഴിയണം. ഇത് കഴിഞ്ഞാലേ ശബരിമലയിലെ വിധിയെക്കുറിച്ചുള്ള പരിശോധിക്കാൻ പോലും പറ്റുകയില്ല. അല്ല, അതും ഈ ഭരണഘടനാ ബെഞ്ച് തന്നെയല്ലേ അത് പരിഗണിക്കണ്ടേ? അല്ല, അതിന് വേറെ കോൺസ്റ്റിറ്റ്യൂട്ട് അല്ല, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട പരാതികളിലെല്ലാം ഉള്ള അപ്പീലുകളെല്ലാം അല്ലെങ്കിൽ അതിനുള്ള പരാതികളെല്ലാം പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞ ഭരണഘടനാ ബെഞ്ചും കൂടെ കൂടിയിട്ടല്ലേ? അല്ല, അതാ ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ അതല്ല വിഷയം. സുപ്രീം കോടതി അത് മറ്റതൊരു വിഷയമാണെങ്കിൽ കൂടെ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇത് ആദ്യം പരിഗണിച്ചതിന് ശേഷം മറ്റതെടുക്കാമെന്നല്ലേ? ആ വിഷയത്തിൽ വിധി വന്നാൽ പിന്നെ അത് എങ്ങനെ വേണമെന്ന് അപ്പോൾ കോടതി തീരുമാനിക്കും. കോടതിയുടെ മുമ്പിലുള്ള വിഷയം ഇത് പുനഃപരിശോധനയല്ല, റിവ്യൂ ഹർജിയുടെ ഒരു ഭാഗം മാത്രമേ അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഇനി ആരാണ് പരിഹരിക്കുക? സുപ്രീം കോടതി വിട്ടോ? സുപ്രീം കോടതി ആ വിഷയം കൂടെ ഉൾപ്പെട്ടതല്ലേ ഭരണഘടനാ ബെഞ്ചിൽ വരുന്നത്? സത്യത്തിൽ അങ്ങനെ ഒരു ഭരണഘടനാ ബെഞ്ച് ഇപ്പൊ ഇല്ല. അത് അങ്ങനെ ഒരു ബെഞ്ച് രൂപീകരിക്കുക, അത് സുപ്രീം കോടതിയുടെ പ്രശ്നമല്ലേ? രൂപീകരിക്കുകയും ഫസ്റ്റ് സിറ്റിംഗ് ഇരുന്നതിന് ശേഷം പിന്നെ ആ സിറ്റിംഗ് കൂടുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം? ഇന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ബെഞ്ച് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു ബെഞ്ചിനെ ഒരു സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിരമിച്ചു പോകുന്ന ജഡ്ജിമാർക്ക് പുതിയമായ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്ത് അത് അങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അതിനുശേഷം 2 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ അങ്ങനെ എത്രയോ കേസുകൾ എടുക്കാതെ പോകുന്നുണ്ട്. ഒരു ബെഞ്ച് കേട്ടുകൊണ്ട് ബെഞ്ചേ ഇല്ലാതാകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് സുപ്രീം കോടതി എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ വിഷയം നമ്മുടെ വിഷയം സുപ്രീം കോടതിയിൽ സംഭവമല്ല. ഞാനൊരു വിഷയത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഈ ഇന്നത്തെ അഫിഡവിറ്റിൽ യൂട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അഫിഡവിറ്റ് ആദ്യമേ ബെഞ്ച്, ഇനിയിപ്പോൾ ഒരു വാദത്തിന് താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും ആദ്യമേ ബെഞ്ച് കൂടണമല്ലോ. ഈ ബെഞ്ച് കൂടുമ്പോഴാണല്ലോ അഫിഡവിറ്റ് കൊടുക്കേണ്ടത്, അല്ലാതെ പഴയ അഫിഡവിറ്റ് അല്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഫിഡവിറ്റ് തിരുത്തലില്ല. 2, ഈ കേസ് വരുമ്പോൾ കൊടുക്കേണ്ട നിങ്ങളുടെ അഫിഡവിറ്റിൽ എന്താ വരേണ്ടത്? ശബരിമലയിൽ സ്ത്രീകൾ കയറണമോ വേണ്ടോ എന്നുള്ളതല്ല. ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് സുപ്രീം കോടതികൾക്ക് പരിശോധിക്കാൻ അധികാരമുണ്ടോ ഇല്ലോ എന്ന കാര്യത്തിലാണ്. അല്ല, അങ്ങനെയല്ല. ഏത് കേസൊക്കെയാണോ പരിഗണിക്കുന്നത് ആ കേസും അല്ല ശരി. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത പരാതിയാണെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് ആണ് ഫയൽ ചെയ്യേണ്ടത്, അല്ലേ? അല്ലാതെ വേറെ ഒന്നും തിരുവനന്തപുരം ദേവസ്വം കൊടുത്ത് ഫയൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല. ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ ഈ കോടതി വിധി പുനഃപരിശോധിക്കണം. 2 കാര്യങ്ങളാൽ. ഒന്ന്, ഇത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നത് ശരിയല്ല. രണ്ടാമത്തേത്, ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് പരിശോധിക്കാൻ അധികാരമില്ല. ആ പോയിന്റ് എടുത്തിട്ട് പറഞ്ഞു ഇത് പരിശോധിക്കാൻ നമ്മളൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയാണ്. ആ ഭരണഘടനാ ബെഞ്ചിലാണ് ആദ്യം ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ചോദ്യത്തിലാണ് ആദ്യം ഉത്തരം. അപ്പോൾ അഫിഡവിറ്റ് പോകുമ്പോൾ ആ അഫിഡവിറ്റാണ് ആദ്യം പോകേണ്ടത്. ഇനി ഇതൊന്നും വേണ്ടെന്നേ. 2020 ജനുവരി 13 ശേഷം ഇങ്ങനൊരു വിഷയമേ ഉന്നയിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായി ഈ വിഷയം ഡെഡാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ കോടതിയിൽ നിങ്ങളുടെ അഫിഡവിറ്റ് തിരുത്തുമോ? അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു അത് ആലോചിക്കാം. തിരുത്താൻ അഫിഡവിറ്റ് ഇല്ല. ഇതാണ് എൻ്റെ പോയിന്റ്. അഫിഡവിറ്റ് ഇല്ലെന്നേ. അഫിഡവിറ്റ് ഉണ്ടെങ്കിലല്ലേ പിന്നെ തിരുത്തുന്ന പ്രശ്നമുള്ളൂ. അല്ല, അതൊരു ഞാൻ ചോദിക്കുന്ന പിന്നെ അവിടെ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയാം. 2018 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിന്റെ അതേ അഫിഡവിറ്റ് തന്നെയാണോ ഇപ്പോൾ കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ത് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്നത്. നിലപാട് 2016 നിലപാട് തന്നെയാണോ 2025 എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ആ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഇതിന്റെ നിയമം അറിഞ്ഞിട്ട് സർക്കാർ നിലപാടിലേക്ക് വരാം. ഞാൻ പറഞ്ഞ നിയമം അനുസരിച്ച് ഈ കാര്യത്തിൽ സർക്കാരിന്റെ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നാണ് അഫിഡവിറ്റ്. ആ അഫിഡവിറ്റ് ആ കോടതിയിൽ നിൽക്കില്ല. അതല്ല ചോദ്യം. ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. ഭരണഘടനാ ബെഞ്ച് അതേ പരിശോധിക്കുള്ളൂ. ഭരണഘടനാ ബെഞ്ച് അത് പിന്നെ അതൊക്കെ പിന്നത്തെ കാര്യം. ഈ വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ച് ഇത് മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴെങ്ങും ഈ സാധനം തൊടാൻ പറ്റില്ലെന്നാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. ഒന്ന്, ഇത് തീരണം. 2, ഈ പറയുന്ന പോലെ വേറൊരു ബെഞ്ച് എനിക്കറിയില്ല, ഞാൻ നിയമത്തിനില്ല. പക്ഷേ എന്തായാലും അത് പിന്നെ വരേണ്ട കാര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു അഫിഡവിറ്റ് നിലവിലില്ല. അതുകൊണ്ട് തിരുത്തേണ്ട ആവശ്യമില്ല. ഇനി പുതിയൊരു അഫിഡവിറ്റാണ് വരുന്നതെങ്കിൽ അടുത്ത കാലത്തെങ്കിലും അങ്ങനെ ഒരു അഫിഡവിറ്റ് വരേണ്ട ഒരു സാങ്കത്യവും വരുന്നില്ല. ഇതാണ് ഒന്ന്. കാരണം സുപ്രീം കോടതിക്ക് ഇത്രയും വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ 5 വർഷത്തേക്ക് ഇത്രയും കത്തിയുന്ന വിഷയത്തിൽ 5 വർഷമായിട്ട് ഈ ബെഞ്ച് എന്താ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത, ആരും എന്താ ആവശ്യപ്പെടാത്ത, ആർക്കും വേണ്ടാത്ത, ഇതൊക്കെ അവസാനിച്ചു. ഒരു കടലാസ് പോലും പോയതായി ഞാൻ കേട്ടിട്ടില്ല സുപ്രീം കോടതിക്ക് മുമ്പിൽ ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന്. എല്ലാവരും വളരെ സൗകര്യപൂർവ്വം മറന്ന വിഷയമാണ്. ചുരുക്കത്തിൽ അഫിഡവിറ്റിനെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങൾ അനാവശ്യമാണ്. അത് നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മുടെ വിഷയം യൂട്ടേൺ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലാത്ത അഫിഡവിറ്റിനെ കുറിച്ച് നമ്മൾ യൂട്ടേൺ സംസാരിക്കുമ്പോൾ എൻ്റെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ഒന്ന്, അങ്ങനെ ഒരു അഫിഡവിറ്റ് ഇല്ല, അവിടെ തിരുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ രണ്ടാമത്തെ പോയിന്റ്, ഈ യൂട്ടേൺ 5 വർഷം മുമ്പല്ല
ഇപ്പോൾ 6 വർഷം മുമ്പേ നടന്നു കഴിഞ്ഞു. എന്നാൽ 2019 പ്രത്യേക ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കണം എന്ന് തീരുമാനിച്ച ദിവസം ശബരിമലയിൽ ഇനി സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു കൺസെൻസസ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും എടുത്തു. സത്യത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാം എന്ന കോടതി വിധി നിലനിൽക്കെയാണ് അങ്ങനൊരു തീരുമാനമെടുത്തത്. കോടതി വിധി ഇപ്പോഴും സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാം എന്ന് തന്നെയാണ്. പക്ഷെ അന്നത്തെ സാറേ അതിനകത്തൊരു പ്രശ്നം അല്ല, ഞാൻ പറഞ്ഞോട്ടെ. മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ഒരു മിനിറ്റ്, കോടതിയിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ടാവില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടാവും, എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്. എന്താണ് വിശാല ബെഞ്ച് പരിഗണിക്കുന്ന ഒരു കേസ് എടുത്തിട്ട് പിന്നെ അത് സ്ത്രീകളെ ഞാൻ തിരിച്ചൊരു ചോദിക്കാം. താങ്കളെ ജാമ്യത്തിൽ വിടാൻ കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണ് ആ ഉത്തരവിന്റെ ചലഞ്ച്. ഞാൻ ഒരു സിംഗിൾ നോർമലി എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളെ ജാമ്യത്തിൽ വിടാൻ കോടതി തീരുമാനിക്കുന്നു. മേൽക്കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു അപ്പീൽ പോയി. അപ്പോ പറയാണ് താങ്കളെ പിടിച്ച് ജയിലിലിടണം പറഞ്ഞ് നടക്കുമോ? ഏത് വിധിയാണ് നിലനിൽക്കുന്നത്? സെൻസിറ്റീവായ വിഷയങ്ങളിൽ അതല്ല വിഷയം. കോടതി വിധിയുടെ നിയമമാണ് പറഞ്ഞത്. നിയമം അനുസരിച്ച് ആ വിധി നിലനിൽക്കലാണ്. ഒരാളെ ജയിലിൽ നിന്ന് തുറന്നുവിടാൻ പറഞ്ഞാൽ അതിനുശേഷം അതിനെ ചലഞ്ച് ചെയ്യേണ്ട ഹർജി പോയാൽ തുറന്നു വിട്ട വിധിയെ നിൽക്കൂ. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞ കോടതി വിധിയെ ചലഞ്ച് ചെയ്യാൻ വേറൊരു വിധി പോയെങ്കിൽ അതിനെക്കുറിച്ച് വിശാലമായി പഠിക്കാൻ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചാലും നിലനിൽക്കുന്ന വിധി ഇത് തന്നെയാണ്. അല്ലെങ്കിൽ സ്റ്റേ വരണം. അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കൺസെൻസസ് ഇതാണ്. ഇതായി കഴിഞ്ഞു. കേട്ടില്ല, അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ കൺസെൻസസ് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കേണ്ട എന്നുള്ളതായിരുന്നു. കോൺഗ്രസിനും BJPക്കും സന്തോഷമായിരുന്നു. CPM എങ്ങനെയെങ്കിലും ഇന്ന് തലയൂരിയാൽ മതിയെന്നായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത തീരുമാനം ഇതാണെന്ന് വ്യാഖ്യാനിച്ചു. ഇനി കൂടുതൽ കലാപങ്ങൾ ഉണ്ടാവാതിരിക്കാനെന്ന് പറഞ്ഞ് കോടതി വിധി അംഗീകരിക്കുന്നത് പോലെ സ്ത്രീകളെ തടയാൻ തീരുമാനിച്ചു. അതാണ് ആദ്യത്തെ യൂട്ടേൺ. രണ്ടാമത്തെ യൂട്ടേൺ, സർക്കാർ സ്ത്രീകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സംരക്ഷണ അടിസ്ഥാനത്തിൽ 2 സ്ത്രീകൾ, ബിന്ദു അമണിയും കനകദുർഗയും ശബരിമലയിൽ കയറി. ചെന്നൈയിൽ നിന്ന് മനീതി സംഘം 10-20 സ്ത്രീകൾ ഇവിടെ വന്ന് കയറാൻ ശ്രമിച്ചു. എറണാകുളത്ത് നിന്ന് ലിബി CS എന്നൊരു സ്ത്രീ, കഴക്കൂട്ടത്ത് നിന്ന് മേരി സ്വീറ്റി, കോഴിക്കോട് നിന്ന് ബിന്ദു കല്യാണി, കരുനാഗപ്പള്ളിയിൽ നിന്ന് SP മഞ്ജു മുതലായ ഏതാണ്ട് 17-18 പേർ മനീതി സംഘത്തെ ഒറ്റയ്ക്കെടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേർ കയറാൻ ശ്രമിച്ചു. ഇവർക്കെല്ലാവർക്കും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. ഈ ശബരിമല പ്രവേശം കത്തി നിന്ന് ആ വിവാദം കത്തി നിന്ന് ആ മണ്ഡലകാല സമയത്ത് ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കാൻ പോലീസ് ഉണ്ടായിരുന്നു. കോടതി വിധി പ്രത്യേക ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ സാധനം പോയതിന് തൊട്ട് പിന്നാലെ ഈ വിഷയം അവസാനിച്ച സർക്കാർ പ്രഖ്യാപിച്ച അന്ന് ഈ സ്ത്രീകളെ മുഴുവൻ ഇടതുമുന്നണി സർക്കാർ കൈവിട്ടു. ഒരൊറ്റ പോലീസ് സംരക്ഷണം ഉണ്ടായില്ല. കേരളത്തിൽ മുഴുവൻ, കേരളത്തിന് പുറത്തും ഓടി നടന്ന് ഇവർ അടി വാങ്ങിച്ചു, പെപ്പർ സ്പ്രേ വാങ്ങിച്ചു, മുളക് പൊടി മേത്ത് തേക്കപ്പെട്ടു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു സർക്കാരും ഒരു DYFI സംരക്ഷകനും ഉണ്ടായില്ല. അതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ യൂട്ടേൺ നമ്പർ 2. 2 യൂട്ടേണുകൾ. അതിനുശേഷം വീട് കയറി മാപ്പ് പറഞ്ഞ ഒരു സംഭവമുണ്ട് 2019 ഇലക്ഷൻ്റെ ആ പശ്ചാത്തലത്തിൽ. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ശബരിമലയിൽ ചെയ്ത് അബദ്ധമായെന്ന് പറഞ്ഞ് യൂട്ടേൺ നമ്പർ 3. ഇങ്ങനെ 3 യൂട്ടേണുകൾ 6 വർഷം മുമ്പ് കേരളത്തിൽ നടത്തിയ ഒരു സർക്കാരിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ യൂട്ടേൺ അടിച്ചോ എന്ന് പറയുന്നത്. യൂട്ടേൺ അന്നേ നടന്നു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്താണ്? അന്ന് ഒരുക്കി വെച്ച കളം, ശബരിമലയിൽ ഞങ്ങൾ എല്ലാ പാപങ്ങളും പരിഹരിച്ചു എന്ന് പറഞ്ഞ് പതുക്കെ കളമൊരുക്കി വരികയായിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റായി, എല്ലാവരെയും ഡീൽ ചെയ്തു. അത് NSSനെ, SNDPയെ, അന്നത്തെ മുഴുവൻ സമുദായ സംഘടനകളെയും ഏതാണ്ട് സെറ്റിൽ ചെയ്ത ശേഷം ഇടതുമുന്നണി സർക്കാർ, CPIM ഇടതുമുന്നണി സഖ്യമെന്ന നിലയിൽ അവരടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം എതിർപ്പായിരുന്നല്ലോ, ഇനി അതിനെ വോട്ടാക്കി മാറ്റാനുള്ള അടുത്ത തന്ത്രമാണ്. ആ തന്ത്രം 5 വർഷം മുമ്പത്തെ യൂട്ടേണിന് ശേഷം കളമൊരുക്കി വന്നതിന് ശേഷമുള്ള അടുത്ത നീക്കമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി വളരെ ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ മൂവാണ് നടത്തിയിരിക്കുന്നത്. അത് 5 വർഷം മുമ്പ് യൂട്ടേൺ അടിച്ച് എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ചു വന്നിട്ട് ഒരു പുതിയ പന്ഥാവിലേക്ക്, പുതിയൊരു എല്ലോ അങ്ങനെ എന്തെങ്കിലും വളവെടുത്തിട്ട് പുതിയൊരു നീക്കം നടക്കുന്നു. അതിൽ അന്തം വിട്ട് നിൽക്കുകയാണ് കോൺഗ്രസും BJPയും. Meet the editors.